ഹായ് ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യും, ഒരു 10 ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം അല്ലേ. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പാർട്ട് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ് ആരെങ്കിലും മിസ്സായി പോയവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, പോയി വാച്ച് ചെയ്യുക. ഓൾമോസ്റ്റ് നമുക്ക് അറിയാവുന്ന ഏരിയയിൽ നിന്നൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അറിഞ്ഞു വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. തിയറി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാം, നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയാലോ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. ഓക്കെ, എന്താണ് പറയുന്നത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടാണ് അല്ലേ. അണ്ടർ വിച്ച് ദ ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഈസ് എംപവേർഡ് ടു അപ്പോയിന്റ് ദ ഫിനാൻസ് കമ്മീഷൻ. സോ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 280 ആണ് കേട്ടോ. 280 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 280 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എമംഗ് നോർമൽ കോസ്റ്റ് കർവ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കർവ് ഡസ് നോട്ട് ഹാവ് ദ മിനിമം പോയിന്റ്. ഇതിൽ ഏത് കേർവിലാണ് ആക്ച്വലി മിനിമം പോയിന്റ് ഇല്ലാത്തത് എന്നുള്ളതാണ് ബേസിക്കലി നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് യു ഷേപ്ഡ് അല്ലാത്ത കേർവ് ഏതാന്നുള്ളതാണ് ബേസിക്കലി നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇപ്പോൾ ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? ക്യൂ ആണെന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് അല്ലേ. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യൂ ആണെന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ്. പെർ യൂണിറ്റിൻ്റെ മുകളിൽ വരുന്ന, പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൻ്റെ മുകളിൽ വരുന്ന കോസ്റ്റാണ് എന്ത് പറയുന്നത്? ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്ന കോസ്റ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഡെൽറ്റ ടി സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ ആണെന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് അല്ലേ. ഡെൽറ്റ ടി സി ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ആണെന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, തൊട്ടടുത്തുള്ള ടോട്ടൽ കോസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. എന്താണ്? ടി സി എൻ മൈനസ് എന്താണ്? ടി സി എൻ മൈനസ് എന്താണ്? ടി സി എൻ മൈനസ് ടി സി എൻ മൈനസ് 1 ആണ് ആക്ച്വലി എന്ത് പറയുന്നത്? ടോട്ടൽ കോസ്റ്റ്. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ടോട്ടൽ കോസ്റ്റിൽ എന്ത് ചേഞ്ച് വരുന്നു, അഡീഷണലി എന്ത് ചേഞ്ച് വരുന്നു, അതുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താണ്, ഇനീഷ്യൽ ആയിട്ടുള്ള ടി സിയിൽ ഒരിക്കലും നമുക്ക് മാർജിനൽ കോസ്റ്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ഇനീഷ്യൽ ടി സിയിൽ നിന്ന് രണ്ടാമത്തെ ടി സിയിലേക്ക് മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ നമ്മുടെ ഔട്ട്പുട്ടിൽ നമ്മൾ മാറ്റം വരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ടി സിക്ക് രണ്ടാമതൊരു ചേഞ്ച് വന്നിട്ടുള്ളത്. ആ ഒരു ചേഞ്ച് ആണ് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റ്. അതായത് അഡീഷണൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ടിൻ്റെ മുകളിൽ അഡീഷണലി വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡെൽറ്റ ക്യൂ ബൈ ടി സി ആണ്, ഒരിക്കലും ടി സി ബൈ ക്യൂ അല്ലേ. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ആൻ ആവറേജ് ആണല്ലേ. ദാറ്റ് മീൻസ് എന്താണ്? ടോട്ടൽ കോസ്റ്റ് എന്ന് ഡിവൈഡ് ബൈ ക്യൂ എന്ന് പറയുമ്പോൾ ആവറേജ് കോസ്റ്റ് ആണ്. ഓരോ യൂണിറ്റിൻ്റെ മുകളിൽ, പെർ യൂണിറ്റിൻ്റെ മുകളിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആവശ്യമാവുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ആവറേജ് കോസ്റ്റ് എന്ന് പറയാം. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ക്യൂ ആണ് എന്തിലേക്ക് നയിക്കുന്നത്? ചേഞ്ച് ഇൻ ടി സിയിലേക്ക് നയിക്കുന്നത്. അതായത് ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുത്തുന്ന സമയത്ത്, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തതിൽ ചേഞ്ച് വരുത്തുന്ന സമയത്ത് നമ്മളുടെ ടി സിയിൽ ടോട്ടൽ കോസ്റ്റിൽ എന്ത് ചേഞ്ച് വരും, ഇതിനാണ് നമ്മൾ എന്ത് പറയാം? മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. തൊട്ടടുത്തുള്ള ടി സികൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആക്ച്വലി എന്ത് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? ടി വി സി ആണല്ലേ. ടി വി സി ഡിവൈഡഡ് ബൈ എന്താണ്? ടി വി സി ഡിവൈഡഡ് ബൈ ക്യൂ ആണ് ആക്ച്വലി എന്ത് പറയുന്നത്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് അല്ലേ. അതായത് വേരിയബിൾ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ്? ഓരോ യൂണിറ്റ് മുകളിൽ നമുക്കാവുന്ന കോസ്റ്റിനാണ് ആക്ച്വലി എന്ത് പറയുന്നത്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആണ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കാണാനുള്ള എന്താ മതി? ടി എഫ് സി ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ടി എഫ് സി ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ക്യൂ ആയിരിക്കും അല്ലേ. ടി എഫ് സി ഡിവൈഡഡ് ബൈ ക്യൂ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഞാൻ പറഞ്ഞുതരാം. ടി സി എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെണ്ണുണ്ടായി നമുക്ക് സുഖമായിട്ട് എഴുതാനും. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടി എഫ് സി പ്ലസ് എന്തായിരിക്കും? ടി എഫ് സി പ്ലസ് എന്തായിരിക്കും? ടി വി സി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ ടി എഫ് സി പ്ലസ് എന്തായിരിക്കും? ടി വി സി ആയിരിക്കും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അല്ലേ. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഔട്ട്പുട്ടിനനുസരിച്ച് മാറുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ടിനനുസരിച്ച് മാറുന്ന കോസ്റ്റിനാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ഔട്ട്പുട്ടിനനുസരിച്ച് മാറാത്ത കോസ്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാം.
ഇതാണ് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. സോ എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ് എന്ന് മെഷർ ചെയ്യും. ദെൻ വൈ ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യും, വൈ മെഷർ ചെയ്യും. ദെൻ എച്ച് ആക്സിസിൽ നമ്മൾ കൊടുക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഔട്ട്പുട്ടായിരിക്കും. എച്ച് ആക്സിസിൽ കൊടുക്കുന്ന വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടായിരിക്കും. ഇവിടെ എന്തായിരിക്കും, ടി സി ഉണ്ടായിരിക്കും, ടി എഫ് സി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും, ടി സി ഉണ്ടായിരിക്കും, ടി എഫ് സി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും, ടി വി സി ഉണ്ടായിരിക്കും. ടി സി ഉണ്ടായിരിക്കും, ടി എഫ് സി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താകും, ടി വി സി ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കേവാണ് ആക്ച്വലി എന്ത് പറയുന്നത്, ടി എഫ് സി പറയുന്നത്. ടി എഫ് സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഔട്ട്പുട്ടിനനുസരിച്ച് മാറാത്ത കോസ്റ്റാണ് ആക്ച്വലി എന്ത് പറയുന്നത്, ടി എഫ് സി എന്ന് പറയുന്നത്. ഇതാണ് ടി എഫ് സി കേട്ടോ. ദെൻ ഇതാണ് ടി സി, ഇതാണ് ടി സി. ദെൻ ഇതാണ് ടി വി സി, ടി വി സി. നമുക്ക് ബാക്കിയുള്ള വേരിയബിൾസൊക്കെ ഒന്ന് മായ്ച്ചളയാം, ഒരുപാട് കണ്ടിട്ട് എന്തോ പോലെ. നിങ്ങൾക്കിത് റിലേഷൻഷിപ്പ് അറിയാമെന്ന് വിചാരിക്കുന്നു, സിമ്പിളാണ്. അപ്പോൾ നമുക്കറിയാം ഔട്ട്പുട്ടിനനുസരിച്ച് മാറാത്ത ക്വസ്റ്റ്യനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടി എഫ് സി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു എന്ത് ചെയ്യുന്ന ഒരു ഫാക്ടറി നമ്മൾ എടുത്തിട്ടുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫാക്ടറി എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രൊഡക്ഷൻ നടത്തിയാലും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഫാക്ടറിൻ്റെ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം അല്ലേ. അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറി റെൻറ്റിനാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ റെൻറ്റ് നമ്മൾ എന്തായാലും കൊടുത്തിരിക്കണം. അവിടെ പ്രൊഡക്ഷൻ നടത്തിയാലും ഇല്ലെങ്കിൽ അത് കൊടുക്കണം. അതിനാണ് നമ്മൾ ടി എഫ് സി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഔട്ട്പുട്ടിനനുസരിച്ച് മാറാത്ത കോസ്റ്റാണ് ടി എഫ് സി അല്ലേ. ടി എഫ് സി എന്താണ്, ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ വിച്ച് പാരലൽ ടു ദി ഹൊറിസോണ്ടൽ ആക്സിസ് ആണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ടി സി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ടി എഫ് സിൻ്റെ പോയിന്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ടി സി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ടി വി സി എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ടിനനുസരിച്ച് മാറുന്ന കോസ്റ്റാണ് ടി വി സി. അപ്പോൾ ഔട്ട്പുട്ട് 0 ആവുന്ന സമയത്ത് ആക്ച്വലി എന്തായിരിക്കും, ഔട്ട്പുട്ട് 0 ആവുന്ന സമയത്ത് എന്തായിരിക്കും, ടി വി സി 0 ആയിരിക്കും. അതായത് ഔട്ട്പുട്ട് 0 ആവുന്ന സമയത്ത്, ഔട്ട്പുട്ട് 0 ആവുന്ന സമയത്ത് എന്തായിരിക്കും, 0 ആവുന്ന സമയത്ത് എന്തായിരിക്കും, ടി വി സി എന്തായിരിക്കും, ടി വി സി 0 ആയിരിക്കും. അതായത് ഔട്ട്പുട്ടിനനുസരിച്ച് മാറുന്ന കോസ്റ്റ് ആണല്ലോ എന്ത് പറയുന്നത്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റോ മെറ്റീരിയൽ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് റോ മെറ്റീരിയൽസ് വേണ്ടത്. ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ആ റോ മെറ്റീരിയൽസിന് മുകളിലുള്ള കോസ്റ്റ് നമുക്ക് ആവുന്നില്ല. അപ്പോൾ എന്താണ്, ഔട്ട്പുട്ട് 0 ആയിരിക്കും ടി വി സി, ആ റോ മെറ്റീരിയൽസിന് മുകളിൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്ന് വിചാരിച്ച് ടി സി 0 ആവോ, ടോട്ടൽ കോസ്റ്റ് 0 ആവോ, ഒരിക്കലുമല്ല. അപ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും നമ്മുടെ ടോട്ടൽ കോസ്റ്റ് അഥവാ ടി സി എന്ന് പറയുന്നത് എന്തായിരിക്കും, ടി എഫ് സി ആയിരിക്കും. കാരണം എന്താണ്, ഔട്ട്പുട്ട് 0 ആണെങ്കിൽ പ്രൊഡക്ഷൻ നടത്തിയാലും ഇല്ലെങ്കിലും എന്തായിരിക്കും, നമ്മൾ കൊടുക്കേണ്ട ലാൻഡിൻ്റെ റെൻറ്റും ബിൽഡിങ്ങിൻ്റെ റെൻറ്റും ആ കറണ്ട് ബില്ലും അതുപോലെ തന്നെ അവിടെ ഒരു വാച്ച്മാൻ നിൽക്കുന്നുണ്ട്, ആ വാച്ച്മാൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അവിടെ എന്താണ്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ ടി എഫ് സി ആയിരിക്കും. അതുകൊണ്ടാണ് ഔട്ട്പുട്ട് ഇവിടെ 0 ആകുന്ന സമയത്ത് നമ്മളുടെ ടി സി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ ടി എഫ് സിൻ്റെ പോയിന്റിൽ നിന്ന്, ടി എഫ് സിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഔട്ട്പുട്ടിനനുസരിച്ച് മാറുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ടി വി സി എന്ന് പറയുന്നത്. എന്നാൽ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യാണ്, ഡിപ്പെൻഡ് ചെയ്യാത്ത കോസ്റ്റിനാണ് ടി എഫ് സി എന്ന് പറയുന്നത് അല്ലേ. ടി വി സി എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കൂടുതൽ ലേബേഴ്സിന് അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള റോ മെറ്റീരിയൽസും ആണ് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നില്ല ഇവരെ ഒന്നും ആവശ്യമില്ല. അതാണ് ടി വി സി എന്ന് പറയുന്നത്. ടി എഫ് സി എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു ബിൽഡിങ്ങും കാര്യങ്ങളും നമുക്കില്ല. അപ്പോൾ നമ്മൾ റെൻറ്റിന് ഒരു ബിൽഡിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു വാച്ച്മാനെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ടി എഫ് സി ആണല്ലേ. അവിടെ ഔട്ട്പുട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതെന്നല്ല, ഔട്ട്പുട്ട് നടന്നാലും ഇല്ലെങ്കിലും ഈ ഒരു റെൻറ്റ് വാങ്ങാൻ വരുന്ന ആൾക്ക് എന്ത് കൊടുക്കണം, നമ്മൾ റെൻറ്റ് കൊടുക്കണം. ഇതാണ് ടി എഫ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും, ടി വി സി എന്ന് പറയുന്നത് 0 ആയിരിക്കും, ബട്ട് ടി സി എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പം ടി എഫ് സി ആയിരിക്കും. അതുകൊണ്ടാണ് ടി സി എന്ത് ചെയ്യുന്നത്, ടി എഫ് സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, മിനിമം പോയിന്റ് ഇല്ലാത്ത എന്താണ് കോസ്റ്റ് കേവ് ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ആവറേജ് കോസ്റ്റിലാണെങ്കിലും മാർജിനൽ കോസ്റ്റ് ആണെങ്കിലും ആവറേജ് വേരിയബിൾ കോസ്റ്റിലാണെങ്കിലും ആക്ച്വലി എന്തുണ്ട്, മിനിമം പോയിന്റ് ഉണ്ട്. കാരണം എന്താണ്, ഇതൊരു യു ഷേപ്ഡ് കേവ് ആണ്. കാരണം എന്താണ്, പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം അവർ എന്ത് ചെയ്യുന്നു, അവരുടെ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് അവരുടെ കോസ്റ്റ്, അതായത് പ്രൊഡ്യൂസറിൻ്റെ കോസ്റ്റ്, ആവറേജ് കോസ്റ്റും അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റും അതുപോലെ തന്നെ ആവറേജ് വേരിയബിൾ കോസ്റ്റൊക്കെ എന്ത് ചെയ്യുന്നത്, ആദ്യം കുറയുന്നുണ്ട്. ദെൻ എന്ത് ചെയ്യും, അത് ഏറ്റവും മിനിമം പോയിന്റിലെത്തുന്നു അല്ലേ. കോസ്റ്റ് ഏറ്റവും മിനിമം പോയിന്റിലെത്തിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഈ ആവറേജ് കോസ്റ്റ് ആണെങ്കിലും മാർജിനൽ കോസ്റ്റ് ആണെങ്കിലും ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണെങ്കിലും അതെന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ആവറേജ് കോസ്റ്റിലും മാർജിനൽ കോസ്റ്റിലും ആവറേജ് വേരിയബിൾ കോസ്റ്റിലും എന്തുണ്ട്, മിനിമം പോയിന്റ് ഉണ്ടെന്ന് പറയാം. എന്നാൽ ടി എഫ് സിൻ്റെ കേസ് അങ്ങനെയല്ല. ടി എഫ് സിനെ നമ്മൾ പലപ്പോഴും റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്തുകൊണ്ടായിരിക്കും, ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ടി എഫ് സി എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഡിക്ലൈൻ ചെയ്ത് ഇങ്ങനെ പോവുക ചെയ്യാം.
അതായത് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് TFC എന്താ ചെയ്യുന്നുണ്ടാവാം, ഡിക്ലൈൻ ചെയ്ത് പോവാണ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ടാവുന്നില്ല, ഒരു മിനിമം പോയിന്റിൽ എത്തുന്നില്ല അല്ലേ, മറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, TFC എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഡിക്ലൈൻ ചെയ്ത് പോകാൻ ചെയ്ത് ഈ ഒരു കേർവിനെ നമ്മൾ വിളിക്കുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നുള്ള രീതിയിലാണ്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് TFC ഡിക്ലൈൻ ചെയ്ത് പോകുന്നു. പിന്നീട് അത് എന്ത് ചെയ്യുന്നില്ല, മിനിമത്തിൽ എത്തുകയോ പിന്നീട് അത് കൂടുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഈ ആവറേജ് ഫിക്സഡ് കോസ്റ്റിന് എന്തുള്ളത്, മിനിമം പോയിന്റ് ഇല്ല എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ TFC എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഫിക്സഡ് കോസ്റ്റ് അല്ലേ. നമുക്ക് പ്രൊഡക്ഷൻ നടത്തിയാലും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൂട്ടിയാലും എന്ത് ചെയ്യണം, എന്ത് കൊടുക്കണം, നമ്മൾ TFC കൊടുക്കണം. അപ്പോൾ TFC ഇൻറ്റു Q ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, AFC എന്ന് പറയുന്നത്. AFC എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഓരോ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ നമുക്കാവുന്ന ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, AFC എന്ന് പറയുന്നത്. പെർ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് മുകളിൽ വരുന്ന എന്താണ്, ഫിക്സ്ഡ് കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, AFC എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ഫിക്സ്ഡ് കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. കാരണം എന്താണ്, പണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 10,000 റുപ്പീസാണെന്ന് വിചാരിക്കുക. ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താലും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ TFC എന്ന് പറയുന്നത് എത്രയുണ്ട്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, 10,000 ആണെന്ന് വിചാരിക്കാം. എൻ്റെ ഔട്ട്പുട്ട് നല്ല രീതിയിൽ കൂടാൻ, ഞാൻ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് ഈ ഒരു 10,000 ഫിക്സ്ഡ് കോസ്റ്റ് ആക്ച്വലി എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ആ ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ്ഡ് ഔട്ട്പുട്ടിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അതിനിപ്പോൾ പ്രൊഡക്ഷൻ നടത്തിയാലും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, 10,000 കൊടുക്കണം. അപ്പം പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് ഈ ഒരു TFC എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താ സംഭവിക്കുന്നത്, ഓരോ യൂണിറ്റിൻ്റെ മുകളിൽ ഓരോ പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ആവറേജ് എന്താണ്, ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കുറയുന്നുണ്ട് നമുക്ക് പറയാം. കാരണം എന്താണ്, പണ്ട് ആ ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്തിയാലും ഇല്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്തുണ്ട്, പ്രൊഡക്ഷൻ നല്ല കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പ്രൊഡക്റ്റിന് മുകളിൽ എന്ത് ചെയ്യാണ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഫീൽ ചെയ്യണത്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്താവാത്തത്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താവാത്തത്, മിനിമം ആവാത്തതും അതുപോലെ തന്നെ പിന്നീട് അത് ഇൻക്രീസ് ചെയ്യാത്തതും. മറിച്ച് എന്ത് ചെയ്യാണ്, അതെന്ത് റെക്ടാങ്കുലർ ഹൈപ്പർബോള പോലെ എന്ത് ചെയ്യാണ്, പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ ഡിക്ലൈൻ ചെയ്ത് എക്സ് ആക്സിസിനോട് ടാൻജൻ്റ് ആവാതെ ഇങ്ങനെ ഡിക്ലൈൻ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, AFC ആണ് കേട്ടോ. AFC ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടിയിട്ടുണ്ടോ ഗായ്സ്? So 23 question, which one of the following institution is related with the green blue box subsidies? ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്? സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ D ആണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് ഗ്രീൻ ബ്ലൂ ബോക്സ് സബ്സിഡി. ഓക്കെ, then next question, which of the following not the example of the market failure? മാർക്കറ്റ് ഫെയിലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്താണ്, ഇൻഎഫിഷ്യൻസി വരുത്തുന്നതാണ് ആക്ച്വലി എന്ത് പറയുന്നത്, മാർക്കറ്റ് ഫെയിലർ എന്ന് പറയുന്നത് അല്ലേ. സോ മൊണോപ്പൊളി വരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഇൻഎഫിഷ്യൻസി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. മൊണോപ്പൊളീസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അലോക്കേഷൻ ഓഫ് റിസോഴ്സിൽ ഒരു ഇൻഎഫിഷ്യൻസി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അസിമെട്രിക് ഇൻഫർമേഷൻ എന്താണ്, രണ്ട് പാർട്ടികൾ തമ്മിൽ എന്ത് ചെയ്യാണ്, ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഒരാൾക്ക് എന്ത് ചെയ്യാണ്, മറ്റേ ആളേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ അറിയെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ അസിമെട്രിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിന് കാരണമാവും, മാർക്കറ്റ് ഇൻഎഫിഷ്യൻസിക്ക് കാരണമാവും. കാരണം എന്താണ്, ആക്ച്വലി എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരാൾക്ക് അറിവില്ലാത്തത് കൊണ്ട് തന്നെ അയാൾ അവിടെ പറ്റിക്കപ്പെടുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, തേർഡ് പാർട്ടി എഫക്റ്റ് ആണ്. ലെറ്റ്സ് എ തേർഡ് പാർട്ടി എഫക്റ്റ്, അതായത് രണ്ട് പേര് പരസ്പരം ട്രാൻസാക്ഷൻ വാട്ടെവർ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആവാത്ത തേർഡ് പാർട്ടി എന്ത് ചെയ്യാണ്, അതിൻ്റെ കോസ്റ്റോ ബെനിഫിറ്റോ എന്ത് ചെയ്യാണ്, സഹിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയാം, എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ്സ് എ തേർഡ് പാർട്ടി എഫക്റ്റ് അല്ലെങ്കിൽ സ്പിൽ ഓവർ കോസ്റ്റ് എന്ന് പറയും. സ്പിൽ ഓവർ കോസ്റ്റ് ഓർ തേർഡ് പാർട്ടി എഫക്റ്റ് എന്ത് ചെയ്യാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്ത് സംഭവിക്കുന്നുണ്ട്, പോസിറ്റീവും ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട്, നെഗറ്റീവ് ഉണ്ട് കേട്ടോ. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് എന്തായിരിക്കും, അത് വായിലൂടെ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിലേക്കാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് വിചാരിക്കുക, വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയ സമയത്ത് ഒരു ചായ ഒക്കെ കുടിക്കാൻ വിചാരിച്ച് നമ്മൾ ഇരിക്കുന്നത് കഴിക്കും. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലാണ് അവരെന്ത് ചെയ്യുന്നത്, പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് റോങ് ആയിട്ടുള്ളൊരു സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, വായുവിലൂടെ നമുക്ക് എന്ത് വരും, അതിൻ്റെ ഒരു ബാഡ് എഫക്റ്റ് നമുക്ക് വരില്ല. ഇതിനാണ് ആക്ച്വലി എന്ത് പറയുന്നത്, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയാം. ആക്ച്വലി ആ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആണ്, ഒരിക്കലല്ല. നമ്മൾ അവിടെ ഇൻവോൾവ്ഡ് ആവാതിരിക്കെ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു തേർഡ് പാർട്ടി എഫക്റ്റ് ആണ് അല്ലേ. അതിൽ എന്ത് ചെയ്യാണ്, അവിടെ ആ ഒരു ആക്ഷൻ നടക്കുന്ന സമയത്ത് അതിൽ നിന്ന്
നമുക്ക് എന്ത് കിട്ടാൻ ഒരു കോസ്റ്റ് കിട്ടാണ് ചെയ്യുന്നത് അല്ലേ. ഇനി ഇതേപോലെ തന്നെ എന്താണ് എൻ്റെ തൊട്ടടുത്ത അയൽവാസിൻ്റെ വീട്ടിൽ ഒരുപാട് എന്തുണ്ട് ഫ്ലവേഴ്സ് ഉണ്ട്, നല്ല ഗാർഡനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്തുള്ള അയൽവാസിയാണ്. അപ്പോൾ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ബട്ടർഫ്ലൈസ് അതുപോലെ തന്നെ നല്ല എന്ത് ചെയ്യുന്നുണ്ട് ഫ്ലവേഴ്സിൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്, ഫ്രാഗ്രൻസ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എന്ത് ചെയ്യുന്നത് നല്ല ഫ്രഷ് എയർ എനിക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്, എൻ്റെ നെയ്ബർ എന്ത് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യുന്ന ഒരു ഫ്രഷ് എയർ കിട്ടുന്നുണ്ട്. അതെന്താണ് ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. കാരണം എന്താണ് അവിടെ ആ ഒരു ഗാർഡന് ഹെൽപ്പ് ചെയ്യാനൊന്നും ഞാൻ പോയിട്ടില്ല, ഒരു ചെടി പോലും ഞാൻ കുഴിച്ചിട്ട് കൊടുത്തിട്ടില്ല. ബട്ട് എങ്കിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് എന്തുണ്ട് കിട്ടുന്നുണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, മാർക്കറ്റ് ഇൻഎഫിഷ്യൻസി സംഭവിക്കുന്നുണ്ട്. കാരണം എന്താണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്, വേറൊരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തേർഡ് പാർട്ടിക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു കോസ്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ. ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ എന്ത് കിട്ടുന്നുണ്ട്, ഒരു കോസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അതൊരു മാർക്കറ്റ് ഫെയിലർ ആയിട്ട് നമുക്ക് പറയാം. ദെൻ ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിന് മുകളിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം കോസ്റ്റ് കുറഞ്ഞ് വരാം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയാം. അപ്പോൾ അത് എന്തിനേക്ക് നയിക്കുന്നുണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ കുറേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, റീറ്റെയിൽ ആയിട്ട് റോ മെറ്റീരിയൽസ് വാങ്ങുന്നതിന് പകരം ബൾക്കായിട്ട് ഹോൾസെയിലായിട്ട് റോ മെറ്റീരിയൽസ് വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റോ മെറ്റീരിയൽസിൻ്റെ മുകളിലുള്ള എന്ത് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ലേബേഴ്സ് ഒരുപാട് എഫിഷ്യൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് കോസ്റ്റ് ആണെങ്കിലും ഒരൊറ്റ ടീമിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരൊറ്റ ടീം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയൊരു ബൾക്ക് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് അവിടെ നടത്താൻ പറ്റുന്നുണ്ട്. സോ അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതിനെ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ലേബേഴ്സിൻ്റെ മുകളിലും അതായത് അത് നോക്കി നടത്താൻ ആവശ്യമായിട്ടുള്ള ഹയറിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനും പറ്റുന്നുണ്ട്. സോ അതിന് മുകളിൽ നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൾക്കായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പെർ യൂണിറ്റ് ഓഫ് ദി കോസ്റ്റ് ഓൺ ദി ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് അല്ലേ. ദെൻ സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇക്കണോമിക്സ് ഓഫ് സ്കെയിലാണ്. അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ദെൻ മൊണോപോളീസ് ആണെങ്കിലും അസിമെട്രിക് ഇൻഫോർമേഷൻ ആണ്. എക്സ്റ്റേണാലിറ്റിയിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണെങ്കിൽ എന്താണ് ആക്ച്വലി മാർക്കറ്റ് ഇൻഎഫിഷ്യൻസിയിലേക്കാണ് പോകുന്നത്. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്തിലേക്കാണ് പോകുന്നത്, മാർക്കറ്റ് ഇൻഎഫിഷ്യൻസിയിലേക്കാണ് പോകുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് തേർഡ് വൺ ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി. നമുക്കറിയാം പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് ദാറ്റ്സ് എ തേർഡ് പാർട്ടി എഫക്റ്റ് അല്ലെങ്കിൽ സ്പിൽ ഓവർ കോസ്റ്റ് ആണ്. രണ്ട് പേര് തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ എന്താണ് ഒന്നും അറിയാത്തൊരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കോസ്റ്റ് ഓർ ബെനിഫിറ്റ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവും എക്സ്റ്റേണാലിറ്റി എന്ന് പറയുക. അപ്പോൾ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു കാര്യത്തിന് ഇൻവോൾവ് ആയിട്ടില്ല എന്നാൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുക. ഇതാണ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി അല്ലേ. പബ്ലിക് ഇമ്മ്യൂണിറ്റൈസേഷൻ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഇൻക്രീസ് ഇൻ ദ കോർപ്പറേറ്റ് ടാക്സ്, അതെന്തില്ല പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യില്ല. ഇഷ്യൂ ഇൻ ദ എക്സ്ട്രാ പെർമിറ്റ് ഫോർ ദ പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. ആ ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിൻ്റെ മുകളിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഏർപ്പെടുത്താറുണ്ട് അല്ലേ. അതിനാണ് നമ്മൾ പിഗൂവിയൻ ടാക്സ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു കമ്പനി ഒരു ഇൻഡസ്ട്രി എന്ത് ചെയ്യാണ്, ഒരുപാട് പൊല്യൂട്ടഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് പ്ലാസ്റ്റിക്, ഇപ്പോൾ ഒരു വാട്ടെവർ എന്തായിക്കോട്ടെ, ഇപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പാമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പാമ്പേഴ്സിൽ യൂസ് ചെയ്യുന്നത് ഒരു ബൾക്ക് ഓഫ് പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പാമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൾക്ക് ഓഫ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വേസ്റ്റ് എല്ലാം എന്ത് ചെയ്യുകയാണ് തൊട്ടടുത്തുള്ള റിവറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരെന്ത് ചെയ്യുന്നത് ഡംപ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ വരുന്ന ആ ഒരു റിവറിൽ മീൻ പിടിക്കാൻ വരുന്ന ഒരു ഫിഷർമാനെ സംബന്ധിച്ചോളം അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു വേസ്റ്റ് കാരണം എന്ത് പറ്റിയിട്ടുണ്ട്, ആ റിവറിലുള്ള എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഫിഷുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ചത്തു പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മീൻ പിടിക്കാൻ വരുന്ന ഒരു ഫിഷർമാനെ സംബന്ധിച്ചോളം ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി അയാൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിനെ, അതുപോലെ തന്നെ അങ്ങനെ പൊല്യൂഷൻ വരുന്ന സമയത്ത് റിവർ കേടാവുന്നു, അതുപോലെ തന്നെ നമ്മൾ എയർ മൊത്തം പൊല്യൂട്ടഡ് ആവുന്നു അല്ലേ. അപ്പോൾ ആ ഒരു പൊല്യൂഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ആ ഒരു കമ്പനി ഏത് പ്രൊഡക്റ്റാണോ ഉണ്ടാക്കുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ മുകളിലുള്ള എന്ത് ചെയ്യും ടാക്സ് റേറ്റ്, പെർ യൂണിറ്റ് ഓഫ് ടാക്സ് റേറ്റ് എന്ത് ചെയ്യും നമ്മൾ കൂട്ടും. അപ്പോൾ ടാക്സ് റേറ്റ് കൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും, അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നോക്കും. പ്രൊഡക്ഷൻ കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് കുറയുന്നു, നമ്മുടെ പൊല്യൂഷൻ കുറയുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, പിഗൂവിയൻ ടാക്സ് എന്ന് പറയുന്നത് കേട്ടോ. പിഗൂവിയൻ ടാക്സ് എന്ന് പറയുന്നത് ഇഷ്യൂ ഇൻ ദ എക്സ്ട്രാ പെർമിറ്റ് ഫോർ ദ പൊല്യൂട്ടൻ്റ് അല്ലേ. ഇഷ്യൂ ഇൻ ദ എക്സ്ട്രാ പെർമിറ്റ് ഫോർ ദ പൊല്യൂഷൻ ഒരിക്കലും നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. ഓക്കെ, ദ മോണിറ്ററിംഗ് ദ ഹസാർഡ് കോസ്ഡ് ബൈ ദ ഇൻഡസ്ട്രീസ്, ഹസാർഡ് കോസ്റ്റ് ഇതും എന്താണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. സോ പബ്ലിക് ഇമ്മ്യൂട്ടൈസേഷൻ ആണെന്ന് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആയിട്ട് വരുന്നത് കേട്ടോ. ദ 26th ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയതാണ്. ട്രഷറി ബില്ല് വിച്ച് റിലേറ്റ് ടു ദ ഗവൺമെൻറ് അല്ലേ. കൊമേഴ്ഷ്യൽ പേപ്പർ വിച്ച് റിലേറ്റഡ് ടു ദി പ്രൈവറ്റ് കമ്പനീസ് ആൻഡ് ദ റിപ്പോ റേറ്റ് ഇസ് RBI ആൻഡ് IMF ഇസ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇസ് എന്താണ് STR അല്ലേ. ട്രഷറി ബില്ല് A = 3, A3 വരുന്നത് 2 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതിലുള്ള ഏതോ ഒരു ഓപ്ഷൻ ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. A3 ആൻഡ് B4 ആണോ, B4 ആണോ നമുക്ക് വരുന്നത്? യെസ്, B4 ആണ് വരുന്നത്.
ദെൻ B4 ആണ്, രണ്ട് ഓപ്ഷനിലും B4 ആണ്. ദെൻ ഇതിലാണ് കൺഫ്യൂഷൻ വരുന്നത്. C2 ആണോ, റിപ്പോ റേറ്റ് 2 ആണോ? അല്ല, C എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. D എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. D എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. സോ ഇതിൽ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 3 ഈസ് എ കറക്റ്റ് ആൻസർ. 3 ഈസ് എ കറക്റ്റ് ആൻസർ. സോ ഏതെന്നെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസിൽ നമുക്ക് എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്ത് കളയാം. ഈ രണ്ട് ഓപ്ഷൻസ്, ഈ ഒരു രണ്ട് ഓപ്ഷൻസ് മാത്രം പിന്നീട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതിനാണ് നമ്മൾ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ C is the correct answer. 27. A tax on Rs 20 per unit imported cheese would be example of. നമുക്കറിയാം ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് താരിഫാണ്. എന്താണ് നമ്മൾ എന്ത് ചെയ്യാണ്? ശരിക്കും ഒരു പെർട്ടിക്കുലർ ഫീ ഓൺ ദി സ്പെസിഫിക് ഗുഡില്ല. ഇതിനാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്? ഒരു ഫിക്സ്ഡ് ഫീ ഓൺ ദി ഗുഡിനാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് താരിഫ് എന്ന് പറയുന്നത്. അതായത് ഫിക്സ്ഡ് ഫീ എന്ത് ചെയ്യാണ്? നമ്മൾ എന്ത് ചെയ്യാണ്? ഗുഡ്സിൻ്റെ മുകളിൽ നമ്മൾ ഇമ്പോസ് ചെയ്യുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? സ്പെസിഫിക് താരിഫ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്പെസിഫിക് താരിഫാണ് കേട്ടോ. അതായത് 20 ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീ എന്ത് ചെയ്യാണ്? നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഗുഡ്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യാണ്? നമ്മൾ ഇമ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 27 ഇസ് എ സ്പെസിഫിക് താരിഫ്. സ്പെസിഫിക് താരിഫ്. ഓക്കെ. 28. Which of the following statement is not the correct for the textile sector in India? ഇതൊരു ഫാക്ട് ചെക്ക് ആണ് കേട്ടോ. ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ആൻഡ് ദ ക്ലോത്തിങ് സെക്ടർ കറന്റ് എംപ്ലോയ്സ് 35 million എംപ്ലോയീസ്. കറക്റ്റ് ആണ്. ആഫ്റ്റർ ദ അഗ്രികൾച്ചർ ഇറ്റ് ഈസ് എ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊവൈഡർ ഓഫ് ദി എംപ്ലോയ്മെൻറ്റ് അല്ലെ ടെക്സ്റ്റൈൽസ്. അതായത് അഗ്രികൾച്ചർ കഴിഞ്ഞാൽ പിന്നീട് ടെക്സ്റ്റൈൽസിന് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡസ്ട്രിയൽ സെക്ടറിന്, ഒരു മാനുഫാക്ചറിങ് സെക്ടറിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ടെക്സ്റ്റൈൽ സെക്ടർ ഹാസ് ടു ടെൻഡൻസി ടു സ്ട്രിങ്ക് ദ GDP ആൻഡ് ദി ഇക്കണോമിക് ഗ്രോ. അതെന്താണ്? അൾട്ടിമേറ്റ്ലി റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ടെക്സ്റ്റൈൽ സെക്ടർ ഇസ് എ മേജർ അബ്സോർബർ ഓഫ് ദി ലോ സ്കിൽഡ് ലേബേഴ്സ്. ഇതെന്താണ്? കറക്റ്റ് ആണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? തേർഡ് വൺ ഇസ് ദ correct answer. The 28th, third one is a correct answer. The 29th question. The inclusive growth is a must for the country like India. The India is an open market, open economy with a significant external sector. Inclusive growth എന്താണ്? ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്താണ്? ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒന്നുമില്ല. നമ്മുടെ ഇക്കണോമി അല്ലെങ്കിൽ നമ്മുടെ കൺട്രി എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്? പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അവോയ്ഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട് അല്ലെ, പുവറായിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ മുഖ്യധാര സമൂഹത്തിൽ നിന്ന്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഡെവലപ്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോഴും എന്താണ് ബേസിക് ഫണ്ടമെൻ്റൽ നീഡ്സ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഇന്ത്യയിലുണ്ട് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ആക്ച്വലി അവരും നമ്മളെ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് മാറില്ല. അവരിലേക്കും എന്ത് ചെയ്യണം? നമ്മളെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ എത്തിക്കണം അല്ലേ. ഇതിനാണ് ബേസിക്കലി എന്ത് പറയുന്നത്? ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് സമൂഹത്തിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രോത്തിലേക്ക് കൊണ്ടുവരിക. അവർക്ക് എന്ത് ചെയ്യുക? അവർക്ക് ബേസിക് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുക. ഗ്രോത്തിൻ്റെ ഭാഗമൊന്നുമല്ല, അത് കമ്പൾസറി ഒരു കൺട്രി ചെയ്തിരിക്കേണ്ട കാര്യമാണ് അല്ലേ, ഒരു ഗവൺമെൻറ് ചെയ്തിരിക്കേണ്ട കാര്യമാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? സമൂഹത്തിൽ എന്ത് ചെയ്യാണ്? മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക? കൊണ്ടുവന്നിട്ട് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? പണിയെടുക്കുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ സെക്ടേഴ്സ് ആണെങ്കിലും, ഇപ്പോൾ ബാങ്കിങ് സെക്ടേഴ്സ് ആണെങ്കിലും, ഇപ്പോൾ റൂറൽ ഏരിയകളിലൊന്നും പലർക്കും ബാങ്കിങ് അക്കൗണ്ട്സ് ഇല്ല, പലർക്കും ബാങ്കിങ് ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പോലും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നബാർഡ് പോലുള്ള ബാങ്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സംഭവിച്ചിട്ടുണ്ട്? നമ്മൾ റീജിയണൽ ബാങ്ക്സ് അങ്ങനെ ഒരുപാട് ബാങ്ക്സുമായി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഓരോ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ബാങ്ക് സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് അക്കൗണ്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ അതായത് സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു സ്കീമുണ്ട്, ആക്ച്വലി എനിക്ക് മറന്നുപോയി. അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്കിങ് ഫെസിലിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇക്കണോമിയിലെ എല്ലാവർക്കും ഒരുപോലെ എന്താണ്? ഒരു തരത്തിലുള്ള റീജിയണൽ ഡിസ്പാരിറ്റീസും ഇല്ലാതെ എല്ലാവർക്കും ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് അവരുടെയും കൂടെ എന്ത് ചെയ്യുക? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് മസ്റ്റ് ഫോർ ദ കൺട്രി. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ്സ് മസ്റ്റ് ഫോർ അവർ കൺട്രി അല്ലേ. ദെൻ ഇന്ത്യ ഈസ് എ ഓപ്പൺ ഇക്കോണമി വിച്ച് സിഗ്നിഫിക്കൻറ്റ് എക്സ്റ്റേണൽ ആണ് അല്ലേ. ഇന്ത്യയെ സംബന്ധിച്ചോളം 1991 ന്യൂ ഇക്കണോമിക് റിഫോംസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലോബലൈസേഷൻ കൊണ്ടുവരുന്നത്. ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പൺ ഇക്കോണമി ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു എക്സ്റ്റേണൽ സെക്ടറിനെ ഏറ്റവും കൂടുതൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇക്കണോമി ആയിട്ട് എന്ത് മാറിയിട്ടുണ്ട്? ഓപ്പൺ ഇക്കോണമി മാറിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? വേൾഡ് എന്താണ് എന്താ പറയാനൊരു ടേം ഉണ്ടല്ലോ, വേൾഡ് മാർക്കറ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ബാക്കിയുള്ള കൺട്രീസിനെ സംബന്ധിച്ചോളം എന്താണ്? ഇന്ത്യ ഒരു വലിയൊരു മാർക്കറ്റാണ്. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഇന്ത്യയിലാണ് അല്ലേ. ഇന്ത്യ ഒരു വേൾഡ് മാർക്കറ്റായിട്ട് നിലനിൽക്കുന്നു അല്ലേ. എല്ലാ പ്രൊഡക്റ്റും ഇവിടെ പോകും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എക്സ്റ്റേണൽ സെക്ടറിന് വേണ്ടി ഓപ്പൺ അപ്പ് ആയിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളൊരു ഒരു വേൾഡ് ഇക്കോണമി, വേൾഡ് കൺട്രിയാണ്, ഒരു വേൾഡ് ഇക്കോണമിയാണെന്ന് നമുക്ക് പറയാം അല്ലേ. എന്നാൽ ഇതിൽ നമ്മൾ നോക്കണേ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ സംബന്ധിച്ചോളം
കറക്റ്റാണ്. എന്നാൽ ഇന്ത്യ ഇൻക്ലൂസീവ് ഗ്രോത്ത് മസ്റ്റായിട്ട് എടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാവുന്നത്? എക്സ്റ്റേണൽ സെക്ടർ, ഇന്ത്യ ഓപ്പൺ എക്കോണമി ആയതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. ഇന്ത്യയിൽ ഒരുപാട് മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ലേ? ഇന്ത്യയിൽ ഇപ്പോഴും പുവറായിട്ട് ബേസിക് നീഡ്സ് പോലും ഇല്ലാത്ത ആളുകളുണ്ടല്ലേ? അപ്പോൾ അവരെയും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ ഇന്ത്യ ഒരു എക്സ്റ്റേണൽ അല്ലെ ഒരു ഓപ്പൺ എക്കോണമി ആയതുകൊണ്ടല്ല. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ത് ചെയ്യുന്നില്ല? ഇതിനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ ബോത്ത് എ ആൻഡ് ആർ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലേ? യെസ്. Then 30th question. Friedman model quantity theory of the money concluded that the changes in the aggregate spending are the primarily determined by the change. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിലേക്ക് വരാം. എന്താണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി? ക്വാണ്ടിറ്റി തിയറി ഓഫ് മണീൻ്റെ ഇക്വേഷൻ എന്താണ്? എം വി സിക്കൽ ടു പി ടി അല്ലെ? എം വി സിക്കൽ ടു പി ടി. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫിഷറിൻ്റെ ഇക്വേഷൻ ആണിത്. എം വി സിക്കൽ ടു പി ടി ആണല്ലേ? പിന്നീട് കാംബ്രിഡ്ജ് ഇക്വേഷൻ വന്നു അല്ലേ? എം വി സിക്കൽ ടു പി ടി വന്നു. ഇതിനുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? നമ്മൾ വെലോസിറ്റി സർക്കുലേഷൻ ഓഫ് മണിയും അതുപോലെ തന്നെ ടോട്ടൽ ഔട്ട്പുട്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. മണി സപ്ലൈയും അതുപോലെ തന്നെ പ്രൈസും നമ്മൾ എന്തായിരിക്കും? ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. വെലോസിറ്റി സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറയുന്നത് എന്താണ്? ഒരു പൈസ നമ്മൾ അടിച്ചിറക്കുന്ന സമയത്ത് അത് എത്ര പ്രാവശ്യം ഇക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് പറയാം? വെലോസിറ്റി സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറയാം. ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട്പുട്ട് ആണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ വെലോസിറ്റി സർക്കുലേഷൻ ഓഫ് മണീനെയും അതുപോലെ തന്നെ ടോട്ടൽ ഔട്ട്പുട്ടിനെയും നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുക. മണി സപ്ലൈയും പ്രൈസും തമ്മിൽ എന്തായിരിക്കും? ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇതാണ് എന്ത് പറയുന്നത്? ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അവിടെ മണി കൂടുന്ന സമയത്ത്, മണി സപ്ലൈ കൂടുന്ന സമയത്ത് എന്ത് കൂടും? പ്രൈസ് കൂടുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അത് മണി സപ്ലൈ കുറയുന്ന സമയത്ത് എന്ത് കുറയുന്നു? പ്രൈസ് കുറയുന്നില്ലേ? ഇവിടെ മിൽട്ടൺ ഫ്രീഡ്മാൻ എവിടെയാണ് വരുന്നത്? അദ്ദേഹം ഈസ് എ ഫാദർ ഓഫ് മോണിറ്ററിസം ആണല്ലേ? അദ്ദേഹം എന്താണ്? ഫാദർ ഓഫ് മോണിറ്ററിസം ആണല്ലേ? മോണിറ്ററിസത്തിലൂടെ അദ്ദേഹം പറയുന്നത് എന്താണ്? മോണിറ്ററിസത്തിലൂടെ അദ്ദേഹം പറയുന്നത് എന്താണ് പറയുന്നത്? ഇൻഫ്ലേഷൻ ഈസ് എവരിവെയർ ആൻഡ് ഓൾവേസ് എ മോണിറ്ററി ഫിനോമിനൻ. ദാറ്റ് മീൻസ് ഇക്കണോമിയിൽ എവിടെ ഇൻഫ്ലേഷൻ ഹാപ്പൻ ആവുകയാണെങ്കിലും അതിൻ്റെ ബേസിക് റീസൺ എന്ത് മാത്രമായിരിക്കും? മണി സപ്ലൈ മാത്രമായിരിക്കും. ദാറ്റ് മീൻസ് മണി സപ്ലൈ കൂടുമ്പോൾ ഇൻഫ്ലേഷൻ കൂടുന്നു, മണി സപ്ലൈ കുറയുമ്പോൾ ഇൻഫ്ലേഷൻ കുറയുന്നു. സോ അദ്ദേഹം എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു? ക്വാണ്ടിറ്റി തിയറി ഓഫ് മണീനെ എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ചേഞ്ച് ഇൻ ദ അഗ്രിഗേറ്റ് സ്പെൻഡിങ് ആർ പ്രൈമർലി ഡിറ്റർമിൻ. എന്താണ്? നമ്മുടെ സ്പെൻഡിങ്ങിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? മണി സപ്ലൈ ആണല്ലേ? സ്പെൻഡിങ് കൂടുമ്പോഴാണ് ആക്ച്വലി എന്ത് കൂടുന്നുണ്ടാവുക? പ്രൈസ് ലെവൽ കൂടുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ 200 രൂപ ഉള്ളതെന്ന് വിചാരിക്കുക. പണ്ട് എൻ്റെ കയ്യിൽ ഒരു 200 രൂപ ഉള്ളതെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യും? 200 രൂപയ്ക്ക് ഈക്വലായിട്ട് ഞാൻ എന്ത് ചെയ്യും? സാധനം വാങ്ങും. പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ അടിപൊളിയായിട്ട് മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ മണി സപ്ലൈ കൂടിയതിൻ്റെ ഭാഗമായിട്ട് 400 റുപ്പീസ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. മണി സപ്ലൈ കൂടിയതിൻ്റെ ഭാഗമായിട്ട് 400 റുപ്പീസ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഞാനാണ് കേട്ടോ ആൾ. ചിലപ്പം എല്ലാവരും ഇങ്ങനെ ആവണമെന്നില്ല. എൻ്റെ കയ്യിൽ 400 റുപ്പീസാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ പണ്ട് ഞാനൊരു ചായയും അല്ലെങ്കിൽ ഒരു പപ്സും ആണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ ഇപ്പം 400 റുപ്പീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് ബിരിയാണിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സേവ് ചെയ്യാന്ന് പറയുന്നത് ചിലപ്പോൾ എന്നെ സംബന്ധിച്ചോളം പോസിബിൾ ആകുന്ന കാര്യമല്ല. അല്ലെങ്കിൽ പിന്നെ വലിയൊരു എമൗണ്ട് കിട്ടണം. അപ്പോൾ ഇവിടെ 200 നിന്ന് 400 ആവുന്ന സമയത്ത് എന്ത് കൂടും? എൻ്റെ കൺസംഷൻ കൂടും എന്നുള്ളതാണ് അല്ലേ? എന്നാൽ പണ്ട് ഞാൻ വാങ്ങിയിട്ടുള്ള അതേ എമൗണ്ട് അല്ല ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്? 400 റുപ്പീസിന് വാങ്ങാൻ പോകുന്നത്. മറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ ഞാൻ എന്ത് ചെയ്യും? അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂട്ടും. ദാറ്റ് മീൻസ് കൂടുതലായിട്ട് എന്ത് ചെയ്യും? നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടി നോക്കും അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഫേസ് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബേസിക് പ്രോബ്ലം ആണ്. എക്കണോമിക്സ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് പ്രോബ്ലം ആണെന്ത്? സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് അല്ലേ? സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ്? റിസോഴ്സസിൻ്റെ എന്താണ്? ലഭ്യത ഇല്ലായ്മ അല്ലേ? ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് ഉണ്ട്, അൺലിമിറ്റഡ് വാൺസ് ഉണ്ട്, അതുപോലെ തന്നെ ലിമിറ്റഡ് റിസോഴ്സ് ഉണ്ട്. ലിമിറ്റഡ് റിസോഴ്സസ് ഇതിനാണ് നമ്മൾ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് എന്ന് പറയാം. അപ്പോൾ എൻ്റെ കയ്യിൽ മണി സപ്ലൈ കൂടിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്യും? കൂടുതൽ സേവ് ചെയ്യാനല്ല നോക്കുന്നത്, മറിച്ച് ആ പൈസയും കൂടെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? കൂടുതലായിട്ടുള്ള സാധനം വാങ്ങാൻ വേണ്ടി നോക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് എന്ത് പറയുന്നത്? സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ്. അതായത് റിസോഴ്സസ് കെയർ ആണല്ലേ? അപ്പോൾ ഞാൻ വീണ്ടും സാധനം വാങ്ങുകയാണെങ്കിൽ എന്താ ഇല്ല, വേറൊരാൾക്ക് തൊട്ടടുത്തൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ സാധനം വാങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ വാങ്ങാൻ പോകുന്ന സാധനത്തിൻ്റെ പ്രൈസ് ലെവൽ കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യാനുള്ള കുറയ്ക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്. ഇതൊരു ലോജിക്കൽ വേ ആണ്. ഇനി ഇതിനെ നമ്മൾ ക്ലാസിക്കലിലേക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യണം. ക്ലാസിക്കൽസിൻ്റെ ആണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി കേട്ടോ. അപ്പോൾ ക്ലാസിക്കൽസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ക്ലാസിക്കൽസ് ബിലീവ് ചെയ്യുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റില്ല. ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? പ്രിവെയിലിംഗ് ആയിട്ടുള്ള വേജ് റേറ്റിൽ ജോബ് അവൈലബിൾ ആണ്, എല്ലാവരും ആ ഒരു ജോബ് എടുക്കാൻ തയ്യാറുമാണ്. ഇതിനാണ് നമ്മളെന്ന് പറയുക ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇക്കണോമി ഓൾറെഡി എന്ത് ചെയ്യുകയാണ്? ഫുൾ എംപ്ലോയ്മെൻറ്റിലാണ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇക്കണോമിയിലെ എല്ലാ ആളുകളെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എംപ്ലോയ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരാൾക്ക് പോലും ജോലി ഇല്ലാത്ത സിറ്റുവേഷനില്ല, എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാക്സിമം എംപ്ലോയ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഇനി എന്ത് ചെയ്യാണ്? മണി സപ്ലൈ കൂടി അല്ലേ? എൻ്റെ കയ്യിൽ കൂടുതൽ പൈസ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂട്ടും. എൻ്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ കുറേ പൈസ വരുമ്പോൾ ഞാൻ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യും. ദാറ്റ് മീൻസ് എൻ്റെ ഡിമാൻഡ് കൂടും, എൻ്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും അല്ലേ? എൻ്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്ന സമയത്ത്
എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഡിമാൻഡിനനുസരിച്ചിട്ടല്ലേ എൻ്റെ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാന്ന് പറയുന്നത് അണ്ടർ ദ ഫുൾ എംപ്ലോയ്മെൻറ്റ് എനിക്ക് എന്തല്ല പോസിബിൾ അല്ല. കാരണം എന്താണ്, ഓൾറെഡി ഇക്കണോമി ഫുൾ എംപ്ലോയ്മെൻറ്റിലാണ്, ഓൾറെഡി എല്ലാവർക്കും എന്തുണ്ട് ജോബ് അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ്, ഇപ്പോൾ ബിരിയാണിൻ്റെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ ഇവിടെ അതായത് ഇന്ത്യയിൽ ഒരൊറ്റ ഹോട്ടലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഹോട്ടലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരെയും ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലേബേഴ്സിനും പണിയെടുപ്പിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ബിരിയാണി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ പൈസ കൂടിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പണ്ട് ഒരു ബിരിയാണി വാങ്ങിയതിന് പകരം ഞാൻ എന്ത് ചെയ്യാണ് 2 ബിരിയാണി വാങ്ങാൻ പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ തക്കത്തോളം എന്ത് ചെയ്യാണ്, ഒരു എക്സ്ട്രാ ബിരിയാണി ഉണ്ടാക്കാനുള്ള എന്തില്ല എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അവിടെ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഒരിക്കലും ഒരു അഡീഷണൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഇൻപുട്ട് ആയിട്ടുള്ള ലേബറിന് വേണം. ഈ ലേബർ ഓൾറെഡി ഫുൾ എംപ്ലോയ്മെൻറ്റിലാണെന്നുള്ളത് ആര് പറഞ്ഞു കഴിഞ്ഞു, ക്ലാസിക്കൽസ് പറഞ്ഞു. അപ്പോൾ ഇനിയും എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്ട്രാ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി എന്ത് വേണം, അഡീഷണലി ഒരു ലേബറിനെ ഞാൻ ഹയർ ചെയ്യണമല്ലോ. ഈ ലേബറിനെ ഹയർ ചെയ്യാൻ എനിക്ക് പറ്റില്ല. ക്ലാസിക്കൽ പോയിന്റ് ഓഫ് വ്യൂ പ്രകാരം എന്താണ്, ഫുൾ എംപ്ലോയ്മെൻറ്റിലാണ്, എല്ലാവരെയും നമ്മൾ ഹയർ ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ മണി സപ്ലൈ കൂടിയതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്, അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിയതിൻ്റെ ഭാഗമായിട്ട് ശരിക്കും എന്ത് കൂട്ടണം, അഗ്രിഗേറ്റ് സപ്ലൈ കൂട്ടണം. എന്നാൽ ക്ലാസിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഫുൾ എംപ്ലോയ്മെൻറ്റിൽ ഇരിക്കും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അഗ്രിഗേറ്റ് സപ്ലൈ കൂട്ടാൻ പറ്റില്ല. കാരണം എന്താണ്, അഗ്രിഗേറ്റ് സപ്ലൈ കൂട്ടണം എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് നമ്മൾ കൂട്ടണം. ഔട്ട്പുട്ട് കൂട്ടണമെങ്കിൽ നമുക്ക് ഇൻപുട്ട് ആയിട്ടുള്ള ലേബറിന് വേണം. ലേബർ ഓൾറെഡി ഫുൾ എംപ്ലോയിഡിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അഡീഷണൽ ലേബറിന് ഹയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഡീഷണലി ഉണ്ടായിട്ടുള്ള ഈ ഒരു അഗ്രിഗേറ്റ് സ്പെൻഡിങ്ങിൽ നിന്ന് വന്നിട്ടുള്ള അഗ്രിഗേറ്റ് ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഉള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിൽ പ്രൈസ് ലെവൽ കൂട്ടിയാൽ മതി. അപ്പോൾ എന്ത് സംഭവിക്കും, ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് 400 രൂപയായിട്ട് എനിക്കിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ പണ്ട് ഞാൻ 200 രൂപയ്ക്കാണ് ബിരിയാണി വാങ്ങിയിട്ടുള്ളതിൽ എന്താവും, ആ ഒരു ബിരിയാണി ഇപ്പോൾ എത്ര ആയിട്ടുണ്ടാവും, 400 രൂപ ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് എന്തുണ്ടാവും, അഡീഷണലി വന്നിട്ടുള്ള ഒരു മണി സപ്ലൈ ഭാഗമായിട്ട് എൻ്റെ അഗ്രിഗേറ്റ് സ്പെൻഡിങ് കൂടിയിട്ടുണ്ട്, അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും അഗ്രിഗേറ്റ് ഡിമാൻഡിനനുസരിച്ച് അഗ്രിഗേറ്റ് സപ്ലൈ കൂടില്ല. കാരണം ഔട്ട്പുട്ട് കൂടുന്നില്ല. കാരണം എന്താണ്, ഇക്കണോമി ഓൾറെഡി ഫുൾ എംപ്ലോയ്മെൻറ്റിലാണ് ബൈ ക്ലാസിക്കൽസ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിന് എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിനും ഉള്ള പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അഗ്രിഗേറ്റ് സ്പെൻഡിങ് ഓർ അഗ്രിഗേറ്റ് ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള ബേസിക് റീസൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, മണി സപ്ലൈ കൂടുന്ന സമയത്ത് എന്ത് കൂടും, പ്രൈസ് ലെവൽ കൂടും. മണി സപ്ലൈ കൂടുന്ന സമയത്ത് എന്ത് കൂടും, പ്രൈസ് ലെവൽ കൂടാന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും, മണി സപ്ലൈ കൂടുന്ന സമയത്ത് ഇൻഫ്ലേഷൻ കൂടുന്നു. then മണി സപ്ലൈ കുറയുന്ന സമയത്ത് എന്ത് കുറയുന്നു, ഇൻഫ്ലേഷൻ കുറയുന്നു. സോ നമുക്ക് എന്ത് പറയാം, ഫ്രൈഡ്മാൻ്റെയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി രണ്ടും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ടുഗെദർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം, എന്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ ബേസിക് റീസൺ ആയിട്ട് വരുന്നത്, അഗ്രിഗേറ്റ് സ്പെൻഡിങ്ങിൻ്റെ ബേസിക് റീസൺ ആയിട്ട് വരുന്നത് എന്തായിരിക്കും, മണി സപ്ലൈ ആയിരിക്കും. സോ മണി സപ്ലൈ ഇസ് എ കറക്റ്റ് ആൻസർ. ക്ലിയർ. ഓക്കെ, ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുന്ന സമയത്താണ് മണി സപ്ലൈയിൽ മാറ്റം വരാം. അതുപോലെ തന്നെ വെലോസിറ്റി സർക്കുലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഗവൺമെൻറ് സ്പെൻഡിങ്ങും ടാക്സേഷൻ ഒന്നും ഇവിടെ നമ്മൾ പറയുന്നില്ല. ക്ലാസിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അവിടെ ഗവൺമെൻറ് സ്പെൻഡിങ്ങും ടാക്സിന് പറഞ്ഞ കാര്യം വിത്തൗട്ട് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാലാണ് മണി സപ്ലൈ കൂടുക. അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് വേ നിങ്ങൾ തിങ്ക് ചെയ്യരുത്. ഇതൊരു ഇൻഡയറക്റ്റ് വേ ആണ്. നിങ്ങൾ എന്താണ് ഡയറക്റ്റ് വേ ആയിട്ടുള്ള മണി സപ്ലൈയും പ്രൈസ് ലെവലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് നോക്കേണ്ടത്. അത് ആരാണ് പറയുന്നത്, ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയാണ്. അവിടെ ഒരിക്കലും ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചിട്ട് ആരും പറയുന്നില്ല, ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ പറയുന്നില്ല. ദർ ഇസ് എ ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മണി സപ്ലൈ ആൻഡ് എന്താണ് പ്രൈസ് ലെവൽ, ഇൻഫ്ലേഷൻ ആയിരിക്കില്ല, പ്രൈസ് ലെവൽ ആയിരിക്കും. വെൻ എന്തായിരിക്കും, വെലോസിറ്റി സർക്കുലേഷൻ ഓഫ് മണി, അതുപോലെ തന്നെ ടി ടോട്ടൽ ഔട്ട്പുട്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ട്, ഒരുപാട് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഓക്കെ, സോ നമ്മളിന്ന് ഇത്രയാണ് കണ്ടിട്ടുള്ളത് അല്ലേ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മണി സപ്ലൈ, സിമ്പിൾ. സോ നമ്മൾ ഇന്ന് ഇത്രയാണ് ഡിസ്കസ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്.